നമസ്കാരം, വി വിക്കാണ്. അപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ വർഷ തിയേറ്ററിലാണ്. ഇവിടെ ഒരു ഷോർട്ട് മൂവിയുടെ റിലീസ് ഉണ്ടെന്നറിഞ്ഞ് വന്നതാണ്. ഇപ്പോൾ വന്നപ്പോൾ ശരിക്കും നിരവധി ആളുകളാണ് ഈ ഷോർട്ട് മൂവി കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഒരു സിനിമ റിലീസായാൽ പോലും ഇത്രത്തോളം ആളുകളെ ഒരുമിച്ച് കിട്ടാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഒരു ഷോർട്ട് ഫിലിം കാണുന്നതിന് വേണ്ടി ഇവിടെ ഇത്രത്തോളം ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തിയേറ്ററിനകത്തേക്ക് പ്രവേശിച്ചപ്പോഴും ഹൗസ്ഫുള്ളായ ഷോയാണ്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ റിവ്യൂ ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളെല്ലാം മാക്സിമം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ചടങ്ങിലേക്ക് കിടക്കാം. മുകിലുറങ്ങുവാനായി ഇനിയും അമ്മ പാടാം താലോലം പൂവേ. ഡോക്ടർ ജയകുമാർ സർ ഇവിടെ ഈ ഭദ്രദീപം കൊളുത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ശ്രീ രാജേഷ് ശ്രീരംഗം, നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഏതാനും കലാകാരന്മാർ ഒരു ഷോർട്ട് മൂവി അതിൻ്റെ ആദ്യ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ ഭദ്ര ദീപം കൊളുത്തി ആദ്യ പ്രദർശനത്തിന് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഈ അഞ്ചൽ നിവാസികളായ സജ്ജനങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനൊരു കലാശില്പം സൃഷ്ടിച്ച് അത് അവതരിപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിനകത്തേക്ക് കാണാനായിട്ട് ഇത്രയും പേരിനെ എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം. അഞ്ചല് ഒരുപാട് കലാപ്രവർത്തനങ്ങൾക്കും കലാകാരന്മാർക്കും വളക്കൂറുള്ള മണ്ണാണ്. ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ അഞ്ചല് ഒരുപാട് വളക്കൂറുള്ള മണ്ണാണ്. ഈ കലാകാരന്മാരെയും ഈ ചെറിയ കലാകാരന്മാരെയും തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. അവരുടെ എല്ലാ വളർച്ചയ്ക്കും അവരോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി. എങ്ങനെയുണ്ട് മൂവി കണ്ടിട്ട്? നല്ലൊരു മെസ്സേജാണ്. വളരെ നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടല്ലേ? നല്ല സിനിമ കേട്ടോ. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നമ്മുടെ കൂട്ടായ്മയുടെ ഫലമല്ലയോ, അന്നൊക്കെയുള്ള ഫലമല്ലയോ. നല്ല സിനിമയായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. കുടുംബ ബന്ധങ്ങളെ വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു ഫിലിം തന്നെയാണ്. നല്ല നന്നായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ലൊരു കുടുംബം, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടിട്ട് എങ്ങനെയുണ്ട്? സബ്ജക്റ്റ് നല്ലതാണ്. മൂവി കണ്ടായിരുന്നോ? എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല തീരുമാനം. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് മൂവി കണ്ടിട്ട്? വളരെ നല്ല ഒരു കൂട്ടായ്മയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. താരാട്ട് ഒരു സ്വദേശ ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ സമൂഹത്തിനൊരു നല്ല സന്ദേശം ആ ഷോർട്ട് ഫിലിമിലൂടെ നൽകുകയാണ്. തീർച്ചയായിട്ടും അത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ആവശ്യമുള്ള സംഗതിയാണ്. നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരു പറ്റം കലാകാരന്മാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഇതിൻ്റെ നിർമ്മാണവും എല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അവർ അങ്ങേയറ്റം പ്രോത്സാഹനം അർഹിക്കുകയാണ്. നല്ല കഥയാണത്. പൊതുവിൽ പ്രോത്സാഹനം അർഹിക്കുന്ന ഒരു ചെറിയ ഫിലിമാണിത്. ഇന്നത്തെ സമൂഹത്തിൽ രക്ഷകർത്താക്കളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്നത്തെ തലമുറ അതൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല. ആ രീതിയിൽ പെരുമാറുന്ന യുവ തലമുറയ്ക്കും മറ്റുമൊക്കെ തന്നെ അവരത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊരു മെസ്സേജായി ഇന്നത്തെ ഈ പുതിയ തലമുറയ്ക്ക് മെസ്സേജായി ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഇന്ന്
വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്ന മക്കൾക്ക് വേണ്ടി ഒരു താക്കീത്, ഇല്ലെങ്കിൽ അവർക്ക് ഒരു അവബോധം വളർത്തക്ക വിധത്തിൽ വളരെ ഭംഗിയായി തന്നെ ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഗൾഫ് നാടുകളിലൊക്കെ പോകുന്നവർ, അനാഥാലയങ്ങളിലാക്കിയിട്ട് പോകുന്നവർ ഒക്കെ ഈ പിക്ചർ കണ്ട് ഒന്ന് മനസ്സിലാക്കട്ടെ മാതാവിൻ്റെ വില എന്താണ്. തീർച്ചയായിട്ടും ഉപേക്ഷിച്ച് പോകുന്ന ഇത്തരക്കാരിൽ അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് താരാട്ട് എന്ന ഈ ടെലിഫിലിം വളരെ ഭംഗിയായി തന്നെ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ മികച്ച ഈ പിക്ചറിന്, ഈ ടെലിഫിലിമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ നന്നായിരുന്നു എന്നുള്ളതാണ് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം. ഈ ഷോർട്ട് ഫിലിം എന്നുള്ള നിലയിലാണ് താരാട്ട് എന്ന് പറയുന്ന ഈ ചിത്രം ചെയ്തതെങ്കിലും യഥാർത്ഥത്തിൽ അത് ഷോർട്ടല്ല, ഒരു ബിഗ് ഫിലിമാക്കാൻ തക്കവണ്ണമുള്ള ഒരു ഇതിവൃത്തവും സന്ദേശവും അതിനകത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തമായി പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ മൂല്യബോധത്തിൽ വന്ന മാറ്റം കുടുംബ ബന്ധങ്ങളെ എങ്ങനെയാണ് ശിഥിലമാക്കുന്നത് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ഷോർട്ട് ഫിലിം താരാട്ടിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഷോർട്ട് ഫിലിം വളരെ ഇഷ്ടമായി. വളരെ നല്ല പ്രമേയമാണ്. അത് കാലിക പ്രസക്തിയുണ്ട് എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടിരിക്കുന്നു. സിനിമ മൊത്തത്തിൽ വളരെ നല്ല പ്രമേയം. കഥാപാത്രങ്ങളെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെ ഇതിൻ്റെ പിന്നണി പ്രവർത്തകരാവുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്ത് വളരെ മികച്ച രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സാധ്യതകളുള്ള കലാകാരന്മാരാണ്. അവർക്ക് എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഒരുപാട് മികച്ച സിനിമകൾ നമ്മളെ അഞ്ചലിൻ്റെ പേരിൽ ഉണ്ടാവട്ടെ. ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമുള്ള ആശംസകൾ, അഭിനന്ദനങ്ങൾ. അതിന് വേഷം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? എന്താണ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് ആണോ? എന്താ പറയാന്നറിയില്ല. ഫസ്റ്റ് ആണോ ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം അല്ല, ഞാൻ വേറെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്തായാലും ഈ ഒരു ഇത്രയും വലിയൊരു ഇതിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ തോന്നുന്നു. എന്തായാലും കൂടുതലൊന്നും പറയില്ല. വളരെ സന്തോഷം. വോയിസ് കൊടുത്തത് വേറൊരു കുട്ടിയാണ്. ആളാണ് എൻ്റെ വോയിസ് കൊടുത്തേക്കുന്നത്. എന്തായാലും അടിപൊളിയായി, ഭയങ്കര സന്തോഷമാണ്. മൂവി കണ്ട എന്താ അഭിപ്രായം? എന്താണ് മൂവി? നല്ലൊരു നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ട് നന്നായി ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് വന്നപ്പോൾ നല്ല ക്ലൈമാക്സിലേക്ക് മൂവി കണ്ടോ? മൂവി കണ്ട എങ്ങനെയുണ്ട്? നല്ല കുഴപ്പമില്ല, സൂപ്പർ. ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ഓഡിയൻസിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ? നല്ല കൊച്ചൊരു സിനിമ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിന് അനുസൃതമായ ഒരു ചിത്രം എന്ന് തന്നെ കാണുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമെന്നൊക്കെ പറയുന്നത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ സമൂഹത്തിൽ ഒരു നല്ല ഒരു സന്ദേശം നൽകുന്ന, ഒരു മെസ്സേജ് നൽകുന്ന നല്ലൊരു കുഞ്ഞു ചിത്രമാണ് കാലഘട്ടം. നല്ല ഒരു ചെറിയ പടം, വളരെ നല്ല ഫാമിലി സ്റ്റോറി. എങ്ങനെയുണ്ട് പ്രേക്ഷകരുടെ പ്രതികരണമൊക്കെ അറിഞ്ഞിട്ട്? ഞങ്ങൾ പ്രതീക്ഷനൊക്കെ കൂടുതലായിട്ട് അവർ ഞങ്ങളെ അഭിനന്ദിക്കുകയുണ്ടായി. ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ലാതെ പോവുകയാണ്. ആ അവസരത്തിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു കഥയുണ്ടായി ഒരു കൊച്ചു ഫിലിം ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചു. അത് വിജയിച്ചു എന്ന് നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ പ്രതികരണം കണ്ട് മനസ്സിലായി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യം കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഒരുപാട് സിനിമകളും അതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഹൃദയസ്പർശിയായ ഒരു കഥ തന്നെയാണ്. വളരെ ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ, അതുപോലെ തന്നെ എൻ്റെ സ്ക്രിപ്റ്റും ഒക്കെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അത് പറഞ്ഞു, ആളെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോ? സന്തോഷം തന്നെ. കൊഞ്ചിയുമ്മ വെച്ചുവോ താരിളം കുഞ്ഞു പൂവേ മുകിലുറങ്ങുവാൻ. സാർ ഫസ്റ്റ് ഈ ഷോർട്ട് ഫിലിമിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇത്രയും വലിയൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നും ഇത്രയും വലിയൊരു പ്രോജക്റ്റാണിതെന്നും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതിൽ എനിക്കും ഒരു അവസരം കിട്ടി. സാറ് രാജേഷ് സാറാണ് എന്നെ ഒന്ന് വിളിച്ചത്. സിസ്റ്റർ ആൻസി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ചെയ്യാൻ. സാറിന് ഇനിയും ഒരുപാട് സിനിമകളെടുക്കാൻ അവസരം ദൈവം കൊടുക്കട്ടെ. എല്ലാവരും പ്രോത്സാഹിക്കും.
ഓഡിയൻസിൻ്റെ അഭിപ്രായമൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു അഞ്ചൽ മേഖലയിലെ ഒരു കൂട്ടം ആളുകളെ ഈ സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കലാപരമായി ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ചെയ്ത ഒരു സിനിമ നിലയിൽ ഹൈലി പ്രൊഫഷണലായിട്ടുള്ള ആളുകളൊന്നും അല്ലല്ലോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ നിന്ന് ഏറ്റവും നല്ലൊരു സാധനം ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാകട്ടെ, അതൊരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് ഞാനിതിൽ സിനിമ എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു ബിസിനസ്സിൽ കാണാനൊരു അവസരം ഉണ്ടാക്കിയിട്ടുള്ള രാജേഷ് ചേട്ടനോടും ഇതിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഞാനിതിൻ്റെ മേക്കപ്പാനാണ്. അഞ്ചൽ കൂട്ടായ്മയുടെ ഇതിൻ്റെ ശ്രീലാൽ നായർ സാറും എല്ലാവരും ചേർന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു മൂവിയാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ നല്ല നല്ല സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകൾ ശ്രീലകം രാജേഷിൽ നിന്നും ഇനിയും സമൂഹം പ്രതീക്ഷിക്കുന്നു. അതിന് എല്ലാ ഭാവങ്ങളും നേടുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ചന്തു. ഈ താരാട്ട് എന്ന ഷോർട്ട് ഫിലിമിയുടെ കലാസംവിധായകനാണ്. ഇത്ര നല്ല രീതിയിലൊരു വർക്കിൻ്റെ ഭാഗമാകാൻ പറ്റി വളരെ സന്തോഷം. ഇനിയും ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാവട്ടെ. ഇതൊരു വൻ വിജയമാകട്ടെന്ന് ആശംസിക്കുന്നു. ഹായ്, നമസ്കാരം. ഞാൻ ബിനു, എഡിറ്ററാണ് ഈ വർക്കിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള സ്ക്രിപ്റ്റ് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെയധികം സന്തോഷം. ഇന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇറങ്ങിയ താരാട്ടിൻ്റെ ഫസ്റ്റ് പ്രൊമോ ഷോ ആയിരുന്നു. വളരെയധികം നല്ല രീതിയിലുള്ള റെസ്പോൺസ് കാണാൻ വന്നവരിൽ നിന്നും മറ്റ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരിൽ നിന്നും എല്ലാം ലഭിച്ചതിൻ്റെ അങ്ങേയറ്റത്തെ സന്തോഷം ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ആദ്യമായിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നത്, അതിൻ്റേതായ ടെൻഷനുണ്ട്. പക്ഷേ അതൊരു സമൂഹം ഏറ്റെടുത്ത ഒരു പ്രതീതിയുണ്ട്. അതിൽ വളരെ സന്തോഷം. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിൽ ഒരു സിനിമ വന്ന് ആള് കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഈ ഫസ്റ്റ് ഷോയിൽ ഇത്രയും ഹൗസ്ഫുള്ളായിട്ട് ഇത് ഓടിക്കാൻ എങ്ങനെ സാധിച്ചു? ഇതിൻ്റെ കഥകളെക്കുറിച്ച് ഉള്ള ഒരു ചെറിയ സൂചനയാണ് പുറത്തു പോയത്. ആ സൂചനയിൽ നിന്ന് ആൾക്കാർ കാണാനായി ശ്രമിച്ചവരുണ്ട്. പിന്നെ നമ്മുടെ ഒരു സഹകരണം, നമ്മുടെ ഒരു വർക്കിനോട് ആൾക്കാർ കാണിച്ച ഒരു സഹകരണം, അതൊരു വലിയ ഘടകമാണ്. അതൊരു പ്രധാന ഘടകം തന്നെയാണ്. അതാണ് ഘടകം. തന്നെ ബൈജു പൂക്കുട്ടി, റസൂൽ പൂക്കുട്ടി സാറിൻ്റെ സഹോദരൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസവും നമ്മളോടുള്ള വിശ്വാസവും കൊണ്ട് ഇത്രയും പേര് വന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. വന്നവർക്കെല്ലാം നിങ്ങൾക്കടക്കം, മാധ്യമങ്ങൾക്കടക്കം ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇനിയും അമ്മ പാടാം താലോ